Good morning all. Next we are going to discuss forces in a plane. Okay. The second module second portion ആണ് വരുന്നത്. ഫോഴ്സസ് ഇൻ എ പ്ലെയിൻ ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. ഫോഴ്സസ് ആക്ടിങ് ഇൻ എ പ്ലെയിൻ കോപ്ലൈനാർ ഫോഴ്സസ് ആക്ടിങ് ഇൻ എ സിംഗിൾ പ്ലെയിൻ ഈസ് നോൺ ആസ് കോപ്ലൈനാർ ഫോഴ്സസ്. പിന്നെ പാരലൽ ഫോഴ്സസ് ആൻഡ് മൊമെൻറ്റ്സ് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിന് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു പോർഷനിൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ സിലബസിൽ പറയുന്നത് പാരലൽ ഫോഴ്സസ് ഇൻ എ പ്ലെയിൻ. എന്താണ് പാരലൽ ഫോഴ്സസ്? നിങ്ങൾക്കറിയാം, പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ എ വൺ പ്ലെയിൻ ഈസ് നോൺ ആസ് ദ കോപ്ലൈനാർ ഫോഴ്സസ്. അടുത്ത് പറയുമ്പോൾ പാരലൽ ഫോഴ്സസ് ഇൻ എ പ്ലെയിൻ, ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അല്ലെങ്കിൽ ടു ഓർ മോർ ഫോഴ്സസ് ആക്ടിങ് ഇൻ എ പ്ലെയിൻ ആർ പാരലൽ, then that forces are known as parallel forces in that plane. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലൈക്ക് പാരലൽ ഫോഴ്സസ്, സെക്കൻഡ് വൺ അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ഇഫ് ടു പാരലൽ ഫോഴ്സസ് are in the same direction, then we can say that it is like parallel forces. If the direction of the two parallel forces are in the same direction, then we can say that these two parallel forces are like parallel forces. Okay, if the direction of the parallel forces are in opposite to each other, then we can say that these are unlike parallel forces. ഇങ്ങനെയാണ് നമുക്ക് പാരലൽ ഫോഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ലൈക്ക് പാരലൽ ഫോഴ്സസ്, സെക്കൻഡ് വൺ അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ലൈക്ക് പാരലൽ ഫോഴ്സും അൺലൈക്ക് പാരലൽ ഫോഴ്സും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതുമായിട്ട് ഇതാണ് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റെസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾക്കറിയാം എന്താണ് മൊമെൻറ്റ് എന്നൊക്കെ ഉള്ളത് അറിയാം. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് അവർ പറയുന്ന ഒരു പ്രോബ്ലമാണ്, നിങ്ങൾ നോക്കിയുള്ളൂ. റിസോൾവ് എ ഫോഴ്സ് ഓഫ് 300 Newton ഷോൺ ഇൻ ദ ഫിഗർ ഇൻ ടു പാരലൽ കമ്പോണൻറ്റ്സ്. ആ ടു പാരലൽ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ബി ആൻഡ് സി, ദ ടു പാരലൽ കമ്പോണൻറ്റ്സ് ഷുഡ് ബി അറ്റ് ബി ആൻഡ് സി. In second case, the parallel component should be at C and D. Okay, നമുക്ക് നിങ്ങൾ നോക്കിയോളൂ, നമുക്ക് ബി ഡി എന്ന് പറയുന്ന ഒരു റോഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിനകത്ത് എ എന്നുള്ള പോയിന്റിൽ 300 Newton എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് റിസോൾവ് ദിസ് ഫോഴ്സ് 300 Newton ഇൻറ്റു ടു പാരലൽ ഫോഴ്സസ്, ടു പാരലൽ കമ്പോണൻറ്റ്. ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ 300 Newtonനെ രണ്ട് പാരലൽ കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക. പക്ഷെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ? നമുക്ക് അങ്ങനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 300 Newton കൊണ്ട് എന്തായാലും ആ ഒരു ഒബ്ജക്റ്റിൽ ബി ഡി എന്നുള്ളൊരു ആ ഒരു റോഡോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനകത്ത് ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ അതിനെ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻ്റ് ആക്കി അറ്റ് ബി ആൻഡ് സി, രണ്ട് പാരലൽ ഫോഴ്സസ് ബി ആൻഡ് സിയിലുള്ള രണ്ട് പാരലൽ ഫോഴ്സാക്കി മാറ്റുമ്പോൾ the effect should be same as that of the 300 Newton. 300 Newton കൊണ്ട് എന്ത് എഫക്റ്റ് ഉണ്ടാവണോ ആ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കണം ഇതിൽ നമ്മൾ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ ആ ബോഡിയിലുണ്ടാവുന്ന എഫക്റ്റ്. അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് രണ്ട് പാരലൽ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത്. ഞാൻ ബിയിലും സിയിലും രണ്ട് പാരലൽ ഫോഴ്സ് നമ്മൾ വരച്ചു. ഓക്കെ, ഇതിനെ റീപ്ലേസ് ചെയ്യണം, 300 Newton എന്നുള്ള ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യണം. അതാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കിയുള്ളൂ. രണ്ട് ഫോഴ്സ്, ലെറ്റ് ദ ഫസ്റ്റ് ഫോഴ്സ് ബി പി, സെക്കൻഡ് ഫോഴ്സ് ബി ക്യൂ. ഓക്കെ, ദീസ് ടു ഫോഴ്സസ് റീപ്ലേസസ് ദ 300 Newton. ഈ രണ്ട് ഫോഴ്സാണ് 300 Newtonനെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? പി പ്ലസ് ക്യൂ, ദ എഫക്റ്റ് ഓഫ് പി പ്ലസ് ക്യൂ ഷുഡ് ബി 300 Newton. 300 Newton എന്നുള്ള എഫക്റ്റ് വേണം. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. The effect of P plus Q should be 300 Newton. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 300 Newton കൊണ്ട് നമ്മൾ ബി എന്നുള്ള പോയിന്റിൽ ഒരു മൊമെൻ്റ് എടുക്കാം. ബി എന്ന് ഏത് പോയിന്റിൽ വേണമെങ്കിലും മൊമെൻ്റ് എടുക്കാം. ബി എന്നുള്ള പോയിന്റിൽ നമുക്ക് മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്കൊരു മൊമെൻ്റ് വാല്യൂ കിട്ടുമല്ലോ. അതിൻ്റെ മൊമെൻ്റ് വാല്യൂ എന്താ കിട്ടുക? മൊമെൻ്റ് അറ്റ് ബി ഷുഡ് ബി ഈക്വൽ ടു, ഞാനിപ്പോൾ ഡയറക്ഷൻ നോക്കുന്നില്ല, 300 ഇൻറ്റു 2 ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ഈസ് 300 Newton, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 2. സോ മൊമെൻ്റ് ഈസ് 600 Newton. ഓക്കെ, ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ ബി എന്നുള്ള പോയിന്റിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ 300 Newton കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ്. ഓക്കെ, ആ സെയിം മൊമെൻ്റ് തന്നെ വേണം നമ്മൾ ഇതിനെ കമ്പോണൻ്റ് ആക്കി പി ആൻഡ് ക്യൂ എന്നുള്ള രണ്ട് പാരലൽ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ബോഡിയിൽ ബി എന്നുള്ള പോയിന്റിൽ മൊമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് 600 Newton തന്നെ കിട്ടണം. കാരണം എന്താ, നമ്മൾ 300 ന്യൂട്ടനെയാണ് നമ്മൾ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻ്റ് ആക്കുന്നത്. സോ 300 ന്യൂട്ടനെ
ആ ബോഡിയിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടായിരുന്നോ ആ എഫക്റ്റ് എല്ലാം എന്ത് വേണം, നമ്മളതിന് റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻ്റ് ആക്കുമ്പോൾ സെയിം എഫക്റ്റ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ മൊമെൻ്റ് 300 ന്യൂട്ടൺ മൊമെൻ്റ് എടുത്തപ്പോഴേക്ക് 600 ന്യൂട്ടൺ കിട്ടി. സോ ഞാൻ ഇതിനെ റിസോൾവ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുക്കണമെങ്കിൽ എന്ത് വേണം, എനിക്ക് സെയിം മൊമെൻ്റ് തന്നെ കിട്ടണം. സോ ഇൻ ദിസ് സിസ്റ്റം നമ്മൾ റിസോൾവ് ചെയ്ത സിസ്റ്റത്തിന് നമ്മൾ മൊമെൻ്റ് എടുക്കുക, മൊമെൻ്റ് ബി ഷുഡ് ബി ഈക്വൽ ടു, ഇത് ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് പി കൂടെ പാസ് ചെയ്യുന്ന മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണ കാരണം ദർ ഈസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 0, ദാറ്റ് ഇസ് പി ഇൻറ്റു 0, അത് പി ഇൻറ്റു 0 വന്നു. സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ എന്നുള്ള ഫോഴ്സാണ്, പ്ലസ് ക്യൂ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 3. ഓക്കെ, പ്ലസ് ക്യൂ ഇൻറ്റു 3 ഷുഡ് ബി ഈക്വൽ ടു എന്ത് വേണം, 600 ന്യൂട്ടൺ തന്നെ വരണം. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇത് സോൾവ് ചെയ്യുമ്പോൾ വി ഗോട്ട് ക്യൂ ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. ഓക്കെ, then P plus Q equal to 300. നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ P plus Q equal to 300. From there we can calculate the value of P, that is 100 Newton. So P is equal to 100 Newton and Q is equal to 200 Newton. So if we replace 300 Newton with two parallel forces P and Q of magnitude 100 Newton and 200 Newton at B and C, the effect is same effect ഇനേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇനി അടുത്തത് അറ്റ് സി ആൻഡ് ഡി, സി എന്നുള്ള ഡി എന്നുള്ള നമുക്ക് അടുത്ത് വേണ്ടത് സി എന്നുള്ള ഡി എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അടുത്ത ഫോഴ്സ് ബി പി ആൻഡ് ക്യൂ സെയിം തന്നെയാണ്. ഇവിടെ പി എന്നുള്ള ഫോഴ്സും ക്യൂ എന്നുള്ള ഫോഴ്സും സിയിലും ഡിയിലും ആണ് ഇവർ അത് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 300 ന്യൂട്ടനാണ് നമ്മൾ എയിലുള്ള 300 ന്യൂട്ടനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. സോ ടോട്ടൽ എഫക്റ്റ് പി പ്ലസ് ക്യൂ ഷുഡ് ബി 300 ന്യൂട്ടൺ, അത് നമുക്ക് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുക്കുക. ഇവിടെ ഒരു മൊമെൻ്റ് എടുത്തേക്കുന്നത് ഡി എന്നുള്ള പോയിന്റ് വെച്ചിട്ടാണ് മൊമെൻ്റ് എടുത്തേക്കുന്നത്. സോ ഡി എന്നുള്ള പോയിന്റിൽ ഫസ്റ്റ് എ എന്നുള്ള ഫോഴ്സിൻ്റെ മൊമെൻ്റ് എടുക്കുമ്പോഴേക്ക് എന്ത് കിട്ടും, ഡി എന്നുള്ള പോയിന്റ് മൊമെൻ്റ് എടുക്കുമ്പോൾ 300 ഇൻറ്റു 3, സോ ദാറ്റ് ഈസ് 900 ന്യൂട്ടൺ. സോ ഈ ഒരു നമ്മൾ റിസോൾവ് ചെയ്ത് പി ആൻഡ് ക്യൂ ആയിട്ട് കമ്പോണൻ്റായിട്ട് മാറ്റിയിട്ട് ഡി എന്നുള്ള പോയിന്റ് മൊമെൻ്റ് എടുത്ത് നമുക്ക് എന്ത് കിട്ടണം, 900 തന്നെ കിട്ടണം. സോ നമ്മൾ ഡി എന്നുള്ള ഈ റിസോൾവ് ചെയ്ത കമ്പോണൻറ്റിനെ വെച്ചിട്ട് നമ്മൾ ഡിയിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഫസ്റ്റ് ഫോഴ്സ് പി ഇൻറ്റു 2 പ്ലസ് ക്യൂ ഇൻറ്റു 0. സിൻസ് ദ ക്യൂ ഈസ് പാസിംഗ് ത്രൂ ദ മൊമെൻറ്റ് സെൻറ്റർ, ദർ ഇസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദ വാല്യൂ ഓഫ് പി ഷുഡ് ബി ഈക്വൽ ടു 450 Newton. So substitute this 450 Newton in this equation, we got the value Q is equal to minus 150 Newton. Minus 150 Newton means the direction of Q should be not like this, it should be opposite. Q should be in the downward direction. Okay, അങ്ങനെയാണ് നമുക്ക് റിസോൾവ് ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിയോളൂ. two unlike parallel forces acting at a distance of 450 mm from each other. The forces are equivalent to a single force of 900 Newton which act at a distance of 200 mm from the greater of the two forces. Find the magnitude of the forces. ഓക്കെ, ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്. നമുക്ക് ഇവിടെ രണ്ട് കമ്പോണൻസ് വന്നിട്ടുണ്ട്, നമ്മളതിനെ അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ നെറ്റ് എഫക്റ്റ് ഉള്ള ഒരു ഫോഴ്സാക്കി മാറ്റുകയാണ്. ഓക്കെ, അതായത് നമുക്ക് എ ബി എന്നുള്ളൊരു റോഡ് ഉണ്ട്, അല്ലെങ്കിൽ എ ബി എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിനകത്ത് രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫോഴ്സ് ഇസ് പി, നെക്സ്റ്റ് ഫോഴ്സ് ഇസ് ക്യൂ. ദേ ആർ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 450 mm. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇഫ് ഈ ഇക്വലൻറ്റ് ഇതിൻ്റെ സെയിം എഫക്റ്റ് ഉള്ള ഇതുകൊണ്ട് സെയിം എഫക്റ്റ് ഉള്ളൊരു ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 900 ന്യൂട്ടണിൽ ആക്ട് ചെയ്യണമെങ്കിൽ 900 ന്യൂട്ടണിലുള്ള ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 mm ഫ്രം ദ ഗ്രേറ്റർ ഫോഴ്സ്. നമ്മളിവിടെ പി എന്നുള്ള ഫോഴ്സ് ഗ്രേറ്റർ അസ്യൂം ദാറ്റ് പി ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ എടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദീസ് കമ്പോണൻറ്റ്, പിയും ക്യൂയുടെയും വാല്യൂ എന്തായിരിക്കും അത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക പി ആണ് ക്യൂവിനേക്കാളും ഗ്രേറ്റർ നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 900 ന്യൂട്ടൺ റെപ്രസെൻറ്റ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 mm ഫ്രം പി. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുക, പി ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പിൻ്റെ ക്യൂവിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 900 ന്യൂട്ടൺ ആയിരിക്കണം അല്ലേ, ഇക്വലൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ പി ഈസിൻ്റെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് പി മൈനസ് ക്യൂ ഷുഡ് ബി, നെറ്റ് എഫക്റ്റ് ഷുഡ് ബി 900 ന്യൂട്ടൺ അല്ലേ. നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 900 ന്യൂട്ടൺ. നമ്മൾ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് അവിടെ 300 ന്യൂട്ടൺ എന്നുള്ളൊരു
നെറ്റ് എഫക്റ്റിലുള്ള വാല്യൂ 300 ന്യൂട്ടൺ ആയിരുന്നു. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 300 ന്യൂട്ടൺ കിട്ടി. ഇവിടെ നമുക്ക് ഈക്വലൻറ്റ് സിസ്റ്റത്തിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 900 ന്യൂട്ടൺ ആണ്. സോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു. പി മൈനസ് ക്യൂ ഷുഡ് ബി 900 ന്യൂട്ടൺ. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ മൊമെൻ്റ് എടുക്കുക. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മൊമെൻ്റ് എടുത്തു. പി എന്നുള്ള പോയിൻ്റ് മൊമെൻ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ക്യൂ ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടെ ബി എന്നുള്ള പോയിൻ്റിലെ മൊമെൻ്റ് എടുക്കുന്നത്. ബി എന്നുള്ള പോയിൻ്റിലെ മൊമെൻ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്താ, ഈ ഒരു ഫസ്റ്റ് സിസ്റ്റത്തിലേക്ക് എനിക്ക് കിട്ടുന്ന വാല്യൂ പി ഇൻറ്റു 450. അതാണ് മൊമെൻ്റ് വരുന്നത്. സെയിം മൊമെൻ്റ് തന്നെ പി ഇൻറ്റു 450. പിന്നുള്ളത് ക്യൂ ആണ്. ക്യൂ സിൻസ് ക്യൂ പാസ് ത്രൂ ദ മൊമെൻ്റ് സെൻറ്റർ ദർ ഈസ് നോ മൊമെൻറ്റ്. ഓക്കെ, സോ പി ഇൻറ്റു 450 അതാണ് ഈ ഒരു സിസ്റ്റം മൊമെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇത് നമ്മൾ അതിനെ ഇക്വലൻറ്റ് സിസ്റ്റമായി കൺവേർട്ട് ചെയ്തു. പിയും ക്യൂവിനെ റീപ്ലേസ് ചെയ്ത് നമ്മളൊരു ഇക്വലൻറ്റ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്തു. ഇക്വലൻറ്റ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും ബിയിൽ മൊമെൻ്റ് എടുത്ത് നമുക്ക് എന്ത് കിട്ടണം, സെയിം വാല്യൂ തന്നെ കിട്ടണം. സോ 900 ഇൻറ്റു 650, ബി എന്നുള്ള പോയിൻ്റ് മൊമെൻ്റ് എടുത്താൽ 900 ഇൻറ്റു 650 വരും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി ഈസ് ഇക്വൽ ടു 1300 ന്യൂട്ടൺ വരും. ഓക്കെ, so substitute P, the value of P in this equation, we got Q is equal to 400 Newton. അങ്ങനെയാണ്, സിമ്പിളാണ്. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് വരുന്നത് കപ്പിളാണ്. കപ്പിൾ നിങ്ങൾക്കറിയാമല്ലോ. കപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മൊമെൻറ്റിൻ്റെ കപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സോർട്ട് ഓഫ് മൊമെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ ടേണിങ് എഫക്റ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻ്റ് എല്ലാം തന്നെ റൊട്ടേഷൻ എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് നമ്മൾ കപ്പിൾ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയോളൂ. ഇത് ഒന്ന് ക്ലോക്ക് വൈസ്, ഇത് ഡ്യൂ ടു ദ പാരലൽ ഫോഴ്സസ് ഇഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്ത് പറയാം, അതിൻ്റെ ഓക്കെ, ആക്ടിങ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ്, ദെൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കപ്പിൾ. അപ്പോഴാണ് കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഫസ്റ്റ് കേസ് നോക്കിയുള്ളൂ. ഇറ്റ് പ്രൊഡ്യൂസസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ്. ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, രണ്ട് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. ഇഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി, ഇതാണ് എന്ത് പറയുക, ഇതിൻ്റെ ആം അല്ലെങ്കിൽ ലിവറേജ് എന്ന് പറയും, ആം, ദെൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇതൊരു ബോഡി ആണെങ്കിൽ ഇറ്റ് വിൽ എന്ത് ചെയ്യും, ഇത് ബോഡിനെ റൊട്ടേറ്റ് ചെയ്യും in the clockwise direction. So it will produce a clockwise couple. If the forces are like this, if the force ഈ ഒരു ഇതാണെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ. ഓക്കെ, അതിന് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയും. ആൻഡ് ദ പ്ലെയിൻ ഇൻ വിച്ച് ദ ഫോഴ്സസ് ആർ ആക്ടിങ് ഇസ് നോൺ ആസ് ദ പ്ലെയിൻ ഓഫ് ദ കപ്പിൾ. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ നമ്മൾ എന്ത് പറയും, പ്ലെയിൻ ഓഫ് ദ കപ്പിൾ എന്ന് പറയും. ഓക്കെ, പിന്നെ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഇസ് കോൾഡ് ആം ഓഫ് ദ കപ്പിൾ. അതാണ് പറയുക. അപ്പോൾ ആ കപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ കപ്പിൾ എഫക്റ്റ്. അതിനാണ് നമ്മൾ കപ്പിൾ എഫക്റ്റ് എന്ന് പറയുക. സോ അതിൻ്റെ ഒന്ന് നമ്മളുടെ പ്ലെയിൻ ഓഫ് ദ കപ്പിൾ, തേർഡ് വൺ എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് പറയും, അതിൻ്റെ ആം ഓഫ് ദ കപ്പിൾ എന്ന് പറയും.